Hello everyone, welcome to G-Pod Class 9. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിന്റെ എസ്സേ ചോദിക്കും. ആ 5 മാർക്കിന്റെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളും അത് എന്തൊക്കെയാണെന്ന് എസ്സേ ചോദിച്ചാൽ എഴുതുന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കുന്ന ഏതൊക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനലിലൂടെയാണ് നമ്മൾ യൂട്യൂബിൽ ലൈവുകളും റെക്കോർഡ് ക്ലാസ്സുകളും 9ാം ക്ലാസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ചാനലിലൂടെയാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. ആൻഡ് നിങ്ങളൊരു 3 കാര്യങ്ങൾ കമന്റ് ചെയ്യണം. 1, നിങ്ങൾ ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു. 2, നിങ്ങൾ ജോഗ്രഫിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു. 3, നിങ്ങൾ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ശേഷം വരാൻ പോകുന്ന ആനുവൽ എക്സാമിൽ നിങ്ങൾക്ക് മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങൾ തോറ്റുപോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്കോട് കൂടിയിട്ട് A+ഓട് കൂടിയിട്ട് പാസ്സാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് G-Podന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ കാര്യങ്ങളൊക്കെ റെഡിയാവും. ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 3ാമത്തെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്ത്, ഈ ക്വസ്റ്റൻ എസ്സേ ചോദിക്കുകയല്ല ചെയ്യുക. ഇത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റൻ ആട്ടോ. ഈ ഒരു ക്വസ്റ്റൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്തോ ഹോംവർക്ക് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അത് 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. ഈ ഒരു ക്വസ്റ്റൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക ഹോംവർക്ക് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇനി ശ്രദ്ധിച്ചോ, കണ്ടോ 5 മാർക്കിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് അബൌട്ട് ദ മൺസൂൺ സീസൺ ഇൻ പെനിൻസുല പ്ലേറ്റു. ഉപദ്വീപീയ പീഠഭൂമിയിലെ മൺസൂൺ കാലത്തെ കുറിച്ച് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം 5 മാർക്കിന് എസ്സേ ചോദിച്ചേക്കാം. അങ്ങനെ മൺസൂൺ സീസണെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണ് 2 മൺസൂൺ സീസൺ അല്ലേ. സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുണ്ട്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുണ്ട്. ഈ സൗത്ത് വെസ്റ്റ് അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൽ വെസ്റ്റേൺ ഘട്ടിന്റെ വെസ്റ്റേൺ സ്ലോപ്പിൽ ശ്രദ്ധിക്കണം എന്താടാ ഈ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താടാ. അതായത് നമുക്ക് ഈ പെനിൻസുല പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ പെനിൻസുല പ്ലേറ്റിൽ കാര്യമായിട്ട് മഴ കിട്ടുക എവിടെയാണ് വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട കേട്ടോ. വെസ്റ്റേൺ ഘട്ടിന്റെ വെസ്റ്റേൺ സ്ലോപ്പിലാണ് കാര്യമായിട്ട് എന്ത് ചെയ്യുക റെയിൻഫോൾ കിട്ടും. ഒരു 200 മുതൽ 250 സെന്റിമീറ്റർ വരെ റെയിൻഫോൾ എന്ത് ചെയ്യും ഈ ഭാഗത്ത് കിട്ടും. എന്നാൽ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഈ ഡെക്കാൻ പ്ലേറ്റ് അടക്കമുള്ള ഈ ഭാഗങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിൽ കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു എന്ന് വെച്ചാൽ ഈ ഒരു വെസ്റ്റേൺ ഘട്ടിന്റെ വെസ്റ്റേൺ സ്ലോപ്പിലെ പശ്ചിമഘട്ടത്തിന്റെ ഈ ഭാഗത്ത് കാര്യമായിട്ട് മഴ കിട്ടും ഒരു 250 സെന്റിമീറ്റർ. എന്നാൽ അപ്പുറത്തൊക്കെ എന്താണ് ഒരു 50 സെന്റിമീറ്ററും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക മഴ കിട്ടുക. അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ മഹാരാഷ്ട്ര അതായത് ഈ നർമ്മദ താപ്തി റിവേഴ്സ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം, ഈ നർമ്മദ താപ്തി റിവേഴ്സിന്റെ ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ത് ലഭിക്കുന്നുണ്ട് ഒരു മഴ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഈ നർമ്മദ താപ്തി പ്രദേശത്ത് വെസ്റ്റേൺ ഘട്ടിന്റെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ത് കിട്ടുന്നുണ്ട് റെയിൻഫോൾ അഥവാ മഴ കിട്ടുന്നുണ്ട്. ഈ നർമ്മദ താപ്തി റീജിയനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ത് കിട്ടുന്നുണ്ട് റെയിൻഫോൾ അഥവാ മഴ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ് ഈ ഒരു ഭാഗമുണ്ട് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിന്റെ ഈ ഒരു ഭാഗം, ഈ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിന്റെ ഈ ഒരു ഭാഗത്ത് എന്താണ് കാര്യമായിട്ട് എന്ത് ലഭിക്കുന്നില്ല മഴ ലഭിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഈ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ് അഥവാ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗത്ത് എന്ത് ലഭിക്കുന്നില്ല കാര്യമായിട്ട് മഴ ലഭിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഈ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് കാര്യമായിട്ട് മഴ ലഭിക്കുക കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യുന്നില്ല കാര്യമായിട്ട് മഴ ലഭിക്കുന്നില്ല. കാരണം ആ മഴ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ മാത്രമാണ് പെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു മൺസൂൺ സീസണെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലഘട്ടത്തിൽ എവിടെയൊക്കെ മഴ ലഭിക്കുന്നു അല്ലെ വെസ്റ്റേൺ ഘട്ടിന്റെ വെസ്റ്റേൺ സ്ലോപ്പിൽ മഴ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു നർമ്മദ താപ്തി റിവേഴ്സിന്റെ സൈഡിൽ മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിലൊക്കെ കുറച്ച് എന്ത് ചെയ്യുന്നുള്ളൂ മഴ പെയ്യുന്നുള്ളൂ എന്നൊരു കാര്യം. ഈ ഒരു ക്വസ്റ്റൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. കാരണം 2 മാർക്കിനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഈ ഒരു ക്വസ്റ്റൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്തോ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് 2 മാർക്കിന് എന്ത് ചെയ്തേക്കാം ഇത് ചോദിച്ചേക്കാം. ഇനി 5 മാർക്കിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റൻ ആണ് എന്ത് ദ സോയിൽ ടൈപ്പ് ഇൻ പെനിൻസുല പ്ലേറ്റ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ സോയിൽ അഥവാ മണ്ണിനങ്ങളെ കുറിച്ചിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ സോയിൽ ടൈപ്പ് ഇൻ പെനിൻസുല പ്ലേറ്റ് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ കുറിച്ച് എന്ത് ചെയ്തേക്കാം 5 മാർക്കിന് എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന മണ്ണ് 4 ഉണ്ട്. ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണുണ്ട്, റെഡ് സോയിൽ അഥവാ ചുവന്ന മണ്ണുണ്ട്, ലാറ്ററൈറ്റ് സോയിൽ അഥവാ ലാറ്ററൈറ്റ് മണ്ണുണ്ട്, മൗണ്ടൈൻ ഫോറസ്റ്റ് സോയിൽ അഥവാ പർവ്വത മണ്ണുണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് മണ്ണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് കാണുന്നത് ഏതാണ് ബ്ലാക്ക് സോയിൽ ആണ്. നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കാണുന്ന സോയിലാണ് ഏത് സോയില് ബ്ലാക്ക് സോയിൽ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. ഡെക്കാൻ പ്ലേറ്റ് അഥവാ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കാണുന്ന സോയിലാണ് ഏത് സോയില് ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എവിടെയൊക്കെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കാണുന്നത്. ഈ ബ്ലാക്ക് സോയിൽ കോട്ടൺ കൾട്ടിവേഷൻ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ പരുത്തി കൃഷിക്കും അതേപോലെ തന്നെ കരിമ്പ് കൃഷിക്കും വളരെ അനുയോജ്യമാണ്. രണ്ടാമത് ഏതാണ് റെഡ് സോയിൽ ആണല്ലേ. അതായത് മെറ്റാമോർഫിക് റോക്സ് അഥവാ കായാന്തരിത ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നതാണ് ഏത് സോയില് റെഡ് സോയിൽ അഥവാ ചുവന്ന മണ്ണ്. പ്രസൻസ് ഓഫ് അയൺ ഇരുമ്പുള്ളത് കൊണ്ടാണ് ഇത് എന്ത് നിറത്തിൽ കാണുന്നത് ചുവന്ന നിറത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നത്. അടുത്ത സോയിൽ ലാറ്ററൈറ്റ് സോയിലാണ്. റെയിൻ ആൻഡ് അല്ലെങ്കിൽ മൺസൂൺ ആൻഡ് സമ്മർ സീസൺ മഴയും വെയിലും മാറി മാറി വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണുന്ന ഒരു സോയിലാണ് ഏത് സോയില്
ഏത് സോയിലാടാ? റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. ശ്രദ്ധിക്കണേ, മഴയും വെയിലും മാറി മാറി വരുന്ന സ്ഥലങ്ങളിൽ കാണുന്ന ഒരു സോയിലാണ് ഏത് സോയിൽ? ലാറ്ററൈറ്റ് സോയിൽ അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. നമുക്ക് എവിടെ കാണാൻ പറ്റും? രാജ്മഹൽ ഹിൽസ്, വിന്ധ്യ, സത്പുര ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ടീ, കോഫി, റബ്ബർ, അറക്കനട്ട് പോലുള്ള സാധനങ്ങൾ, അതായത് തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക പോലുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ പിന്നെ കൃഷി ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ എക്സാമിന് എസ്സേ ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് ക്രോപ്സ് ഇൻ പെനിൻസുല പ്ലേറ്റു, ഉപദ്വീപീയ പീഠഭൂമിയിലെ വിളകളെ കുറിച്ചിട്ടാണ്. പെനിൻസുല പ്ലേറ്റിൽ എന്തുണ്ട്? ഒരുപാട് വിളകൾ അഥവാ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. എന്താ കൃഷി ചെയ്യുന്നുണ്ട്? ഒന്ന് കോഫി, കാപ്പി ഉണ്ട്, അതേപോലെ തന്നെ ടീ അഥവാ തേയിലയുണ്ട്, അതേപോലെ തന്നെ കോട്ടൺ അഥവാ പരുത്തി ഉണ്ട്, അതേപോലെ ഷുഗർ കെയിൻ അഥവാ കരിമ്പുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തേക്കാം? എക്സാമിന് ചോദിച്ചേക്കാം. അപ്പൊ കോഫി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? കോഫിയുമായി ബന്ധപ്പെട്ട പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്യണം. ടീ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ടീയുമായി ബന്ധപ്പെട്ടതിൽ ആഡ് ചെയ്യണം. നിങ്ങളോട് ഇനി കോട്ടൺ ആണ് ചോദിക്കുന്നത്, പരുത്തിയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പോയിന്റ്സ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം. ഷുഗർ കെയിൻ, കരിമ്പുണ്ട്, കരിമ്പിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മിനറൽ സോൺസ് അഥവാ ധാതു മേഖലകളുമായി ബന്ധപ്പെട്ട പെനിൻസുല പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമിയിലെ. അപ്പൊ മിനറൽ സോൺസ് അഥവാ ധാതു മേഖലകളുമായി ബന്ധപ്പെട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പെനിൻസുല പ്ലേറ്റ് ഒരു 5 മിനറൽ സോൺസ് അഥവാ 5 ധാതു മേഖലകളാണ്. ഓരോ മിനറൽ സോണിന്റെ പേരും ആ മിനറൽ സോൺ ഏതൊക്കെ സ്റ്റേറ്റ് അഥവാ ഏതൊക്കെ സംസ്ഥാനത്താണ്, അവിടെ കാണുന്ന മിനറൽസ് അഥവാ ധാതുക്കൾ ഏതൊക്കെയാന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പൊ അതാ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ് ഇതൊക്കെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് പോലെ സ്ഥലങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ് കാണുന്നത്. അവിടെ കാണുന്ന മിനറൽസ് അഥവാ ധാതുക്കൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അടുത്തതാണ് സെൻട്രൽ റീജിയൻ ആണ്. സെൻട്രൽ റീജിയൻ കണ്ട മധ്യമേഖല, അവിടെ ഏതൊക്കെ സ്റ്റേറ്റിലാണുണ്ട്, അവിടെ ഏതൊക്കെ മിനറൽസ് അഥവാ ധാതുക്കൾ എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ സദേൺ റീജിയൻ ദക്ഷിണ മേഖല ഏതൊക്കെ സ്റ്റേറ്റിലാണ്, അവിടെ ഏതൊക്കെ ധാതുക്കളുണ്ട്. അപ്പോൾ ഓരോ റീജിയനും ഓരോ മേഖലയും ഏതൊക്കെ സ്റ്റേറ്റിലാണ്, അവിടെ കാണുന്ന ധാതുക്കൾ ഏതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സാമിന് ചിലപ്പോൾ 5 മാർക്കിന് എസ്സേ ആയിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ് നിങ്ങൾക്ക് നേരത്തെ കിട്ടാനായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അത് മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ശേഷം നടക്കാൻ പോകുന്ന ആനുവൽ എക്സാമിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ബൂസ്റ്റർ ബാച്ചിലാണ്. ഇപ്പം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 1499 ആണ് നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് കൂട്ടും കേട്ടോ. ഓക്കെ, ഇനി എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് എന്ത്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ലാൻഡ് ഫോംസ് ഇൻ താർ ഡെസേർട്ട്. താർ മരുഭൂമിയിലെ ഭൂരൂപങ്ങളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പം നിങ്ങളോട് താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയിലെ ലാൻഡ് ഫോംസ് അഥവാ ഭൂരൂപങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏതൊക്കെയുണ്ട്? ഡിഫ്ലേഷൻ ഹോളോസ്, അപവാഹന ഗർത്തങ്ങളുണ്ട്, കേവ്സ് അഥവാ ഗുഹകളുണ്ട്, മഷ്റൂം റോക്സ് അഥവാ കൂൺ ശിലകളുണ്ട്, അതേപോലെ സാൻഡ് ഡ്യൂൺസ് അഥവാ മണൽ മേടുകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ എന്താണ്? ഡിഫ്ലേഷൻ ഹോളോസ്. ഇങ്ങനെ, അതായത് ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റിന്റെ കൂടെ മണൽ നീങ്ങി പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്ലേഷൻ അഥവാ അപവഹനം. അപ്പോൾ കാറ്റ് വീശുമ്പോൾ ഇവിടെയുള്ള മണലൊക്കെ നീങ്ങിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഹോൾ അഥവാ ഒരു ഗർത്തം ഉണ്ടാകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫ്ലേഷൻ ഹോളോസ് അഥവാ അപവഹന ഗർത്തങ്ങൾ. അടുത്ത ഏതാണ്? അബ്രാഷൻ അഥവാ അപകർഷണമാണ്. അപകർഷണം കാരണം ഉണ്ടാകുന്ന എന്താണ്? ഒന്നെന്താണ്? മഷ്റൂം റോക്സ് അഥവാ കൂൺശിലയാണ് അല്ലെ. അതായത് മഷ്റൂം റോക്സ് അഥവാ കൂൺശില എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷേപ്പിലുള്ള സാധനമാണ് എന്ത്? മഷ്റൂം റോക്സ് അഥവാ കൂൺശില അല്ലെ. എങ്ങനെയാ മഷ്റൂം റോക്സ് അഥവാ കൂൺശില ഉണ്ടാകുന്നത്? കാറ്റ് വീശുമ്പോൾ ഇവിടെയുള്ള പാറകളൊക്കെ പൊടിഞ്ഞു പോയിട്ട് എന്ത് ചെയ്യുന്നു? അതൊരു ആ ഷേപ്പ്, കൂണിന്റെ ഷേപ്പിലുള്ള റോക്കായിട്ട് മാറുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അവിടെ എന്ത് ചെയ്യണം? സാൻഡ് ഡ്യൂൺസ് അഥവാ മണൽ മേടുകൾ അല്ലെ. സാൻഡ് ഡ്യൂൺസ് ഉണ്ടാകുന്ന എങ്ങനെ? കാറ്റ് വീശുമ്പോൾ ആ മണൽ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? സാൻഡ് ഡ്യൂൺസ് അഥവാ മണൽ മേടുകളായിട്ട് മാറുന്നു. അതിനെ കുറിച്ച് എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. ഇത് ഈ ലാൻഡ് ഫോംസ് ഇൻ ഡെസേർട്ട് മരുഭൂമിയിലെ ഭൂരൂപങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും? എക്സാമിന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് വെക്കണം. പിന്നെ എക്സാമിന് 5 മാർക്കിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡിഫറെന്റ് ക്ലൈമറ്റ് ഇൻ താർ ഡെസേർട്ട്. താർ മരുഭൂമിയിലെ വ്യത്യസ്ത കാലാവസ്ഥകളെ കുറിച്ചിട്ടാണ്. താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയിലെ വ്യത്യസ്ത കാലാവസ്ഥയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? സമ്മർ സീസൺ അഥവാ വേനൽക്കാലത്തെ കുറിച്ച് എഴുതണം. അതേപോലെ തന്നെ മൺസൂൺ സീസൺ അഥവാ മഴക്കാലം. അപ്പോൾ സമ്മർ സീസണിൽ പോയി നമുക്ക് അറിയാലേ, നല്ല എക്സ്ട്രീം ടെമ്പറേച്ചർ ആയിരിക്കും. ലൂ എന്നുള്ളൊരു വിൻഡ്, ലൂ എന്നുള്ളൊരു കാറ്റ് വീശുന്ന ഈ ഒരു സമ്മർ സീസൺ അഥവാ വേനൽക്കാലത്താണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അടുത്തതാണ് മൺസൂൺ സീസൺ അഥവാ മഴക്കാലമാണ്. മഴക്കാലം വളരെ കുറവാണ്. കേരളത്തിലേക്ക് ഒരു ഡേ കിട്ടുന്ന റെയിൻഫോൾ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ആകെ ലഭിക്കുന്നത്. അടുത്തേതാടാ? വിന്റർ സീസൺ അഥവാ ശൈത്യകാലമാണ്. ശൈത്യകാലത്തിന്റെ ഫീച്ചേഴ്സ് എന്താടാ? അതായത് എന്താണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകത? എന്താ? അത് നിങ്ങൾ പഠിച്ചു വെക്കണേ. ക്ലിയർ സ്കൈസ്, തെളിഞ്ഞ ആകാശമാണ്. ലോ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, താഴ്ന്ന അന്തരീക്ഷ കാലാവസ്ഥ. ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്ത് വെക്കണം. അപ്പം പിന്നെ സാൻഡ് ഡ്യൂൺസ്, ഞാൻ പറഞ്ഞ നേരത്തെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്ത്? സാൻഡ് ഡ്യൂൺസ് അഥവാ ഈ സാൻഡ് ഡ്യൂൺസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ലാൻഡ് ഫോംസ് അഥവാ ഭൂരൂപങ്ങൾ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത് സാൻഡ് ഡ്യൂൺസ്. ഈ സാൻഡ് ഡ്യൂൺസ് നമ്മളോട് എന്ത് ചെയ്യും? ഡെസേർട്ട് ലാൻഡ് ഫോംസ് ചോദിച്ചാൽ അതിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ആഡ് ചെയ്ത് വെക്കണം. ഇനി പിന്നെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഷോർട്ട് നോട്ട് ബേസ്ഡ് ഓൺ ദ ഹ്യൂമൻ ലൈഫ് ഇൻ താർ ഡെസേർട്ട്. താർ മരുഭൂമിയിലെ മനുഷ്യ ജീവിതത്തെ അടിസ്ഥാനമാക്കി കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് എക്സാമിന് എസ്സേ ചോദിച്ചത്
ദ ഹ്യൂമൻ ലൈഫ് ഇൻ താർ ഡെസേർട്ട്, താർ മരുഭൂമിയിലെ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളോട് താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയിലെ മനുഷ്യ ജീവിതം ചോദിക്കുക, നിങ്ങൾ അവിടെ എന്തൊക്കെ ആഡ് ചെയ്യണം? താർ ഡെസേർട്ടിൽ അഗ്രികൾച്ചർ, കൃഷിയിലെ ബജ്ര, ജോവർ പോലുള്ള മില്ലറ്റ്സ്, ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ, വളരെ കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുമാത്രം ഇവിടെ പാസ്റ്റോളിസം, മൃഗപരിപാലനമുണ്ട്. അപ്പോൾ നിങ്ങളോട് താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങളവിടെ എന്തൊക്കെ ആഡ് ചെയ്യണം? അഗ്രികൾച്ചർ അഥവാ കൃഷി ആഡ് ചെയ്യണം, പാസ്റ്റോളിസം അഥവാ മൃഗപരിപാലനം ആഡ് ചെയ്യണം, മൈനിങ് അഥവാ ഖനനം എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, കരകൗശല വ്യവസായം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം. അതുമാത്രമല്ല എനർജി ജനറേഷൻ, ഊർജ്ജ ഉൽപ്പാദനം എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം. ടൂറിസം അഥവാ വിനോദസഞ്ചാരം, ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ അവിടെ എന്ത് കംപ്ലീറ്റ് ആവുള്ളൂ? താർ ഡെസേർട്ടിലെ ഹ്യൂമൻ ലൈഫ് അഥവാ മനുഷ്യ ജീവിതം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? പാസ്റ്റോളിസം പറയുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? 1/10 ഇന്ത്യയിലുള്ള ആകെ ഉള്ളതിൻ്റെ 10% എവിടെയാണ്? താർ ഡെസേർട്ടിലാണ്. അവിടെ ഗോട്ട്, ബുഫല്ലോ, ഷീപ്പ്, കൗ, ക്യാമൽ പോലുള്ളതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ റിയർ ചെയ്യുന്നുണ്ട്. പിന്നെ മൈനിങ് അഥവാ ഖനനമുണ്ട്. ഖനനം എന്താണ്? അവിടെ മക്രാന, മാർബിൾ, ടങ്സ്റ്റൺ, മാംഗനീസ് പോലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖനനം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പിന്നെ നമ്മുടെ ചെരുപ്പ്, ലാംപ് ഷെയ്ഡ് അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഖനനം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എനർജി ജനറേഷൻ, ഊർജ്ജ ഉൽപ്പാദനം. ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? എനർജി ജനറേഷൻ അഥവാ ഊർജ്ജ ഉൽപ്പാദനം, അതായത് വിൻഡ് എനർജിയും സോളാർ എനർജിയും, കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും സൗരോർജ്ജവും ഉപയോഗിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് 9 സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സ് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിലും ഈ ടോപ്പിക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതിന് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോ. ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക. രാത്രി സമയം നമ്മുടെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ലൈവുകളുണ്ട്. ലൈവിലേക്ക് കറക്റ്റ് ആയിട്ട് വരെ ജില്ലാക്കുക, സെറ്റാക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.